സർ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയായിട്ടുള്ള കേസിൽ ഇന്ന് ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഒരു വിധി പുറത്തു വന്നിരിക്കുകയാണ്. അതെ. ഇപ്പോൾ ഒരുപാട് നമ്മൾ ഈ കേസ് ഇല്ലീഗൽ ആയിട്ടുള്ള അറസ്റ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അത് സ്റ്റാൻഡ് ചെയ്യുന്നതല്ല, ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റിന്റെ വയലേഷൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് കൊടുക്കാത്തൊരു സംഭവമാണെന്ന് നമ്മൾ ആദ്യം മുതലേ പറയുന്നുണ്ട് സാർ. പക്ഷെ ഇന്നിപ്പോ ഈ വിധിന്യായം വരുമ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളില് മിഹിർ രാജേഷ് ഷാ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന് പറയുന്ന ഒരു വിധിയെ ഉദ്ധരിച്ചുകൊണ്ട് പ്രീ നോട്ടീസ് കൊടുക്കാതെ തന്നെ അറസ്റ്റ് ചെയ്യാം എന്ന് ഇതിൽ വിധിന്യായത്തിൽ 12ാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അതെ. അത് ശരിക്കും ഈ ഒരു കേസിൽ അത് ആപ്ലിക്കബിൾ ആണോ സർ? അല്ല, ഇതിനകത്ത് ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്യാനുള്ളത്, നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഡീറ്റെയിൽസ് പുറത്തു വരാത്ത ഒരു സമയത്താണ് നമ്മൾ ആദ്യത്തെ ഒരു പോഡ്കാസ്റ്റ് ചെയ്തത്. അന്ന് ഞാൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടുന്ന് അബ്ഡക്ട് ചെയ്തുകൊണ്ട് പോയിരിക്കുകയാണ്, അത് വയലേഷൻ ആണ്. പിന്നെ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ഇൻ റൈറ്റിംഗ് ഞാൻ ഈ മിഹിർ രാജേഷ് ഷായുടെ ജഡ്ജ്മെന്റ് വരെ സൈറ്റ് ചെയ്ത് പറഞ്ഞിരുന്നു. ഞാൻ 3 ജഡ്ജ്മെന്റ് അതിൽ പറഞ്ഞു. പങ്കജ് ബൻസാൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, പ്രാബിർ പുർക്കസ്തയ വേഴ്സസ് ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ന്യൂഡൽഹി, പിന്നെ മിഹിർ രാജേഷ് ഷാ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര. അപ്പൊ ഈ മൂന്നെണ്ണത്തിലും ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ഇൻ റൈറ്റിംഗ് കൊടുക്കണം എന്നുള്ളതാണ് അതിലെ റൂളിങ്സ് വന്നിട്ടുള്ളത്. അതിനകത്ത് മിഹിർ രാജേഷ് ഷായുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ഷുഡ് ബി ഫർണിഷ്ഡ് ഇൻ റൈറ്റിംഗ് ഇൻ എ ലാംഗ്വേജ് that is familiar to the accused, at least 2 hours before production of the accused before the remand magistrate. അത് റിമാൻഡ് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ അക്യൂസ്റ്റിനെ കൊണ്ടുപോകുന്നതിന് മുമ്പ് അക്യൂസ്റ്റിന്റെ അഡ്വക്കേറ്റിനും അത് റിമാൻഡ് ആപ്ലിക്കേഷൻ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റീസണബിൾ ടൈം വെച്ചിട്ടാണ് അങ്ങനെ ഒരു 2 hour ഡെഡ് ലൈൻ കൊടുത്തത്. അത് കൊടുക്കാൻ കാരണം ഭരണഘടനയിലെ നമുക്ക് സംരക്ഷണം തന്നിരിക്കുന്ന ആർട്ടിക്കിളിൽ പറയുന്നത് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ഷുഡ് ബി ഫേർണിഷ് ഫോർത്ത് വിത്ത് എന്നാണ് 22(1). അപ്പം അത് ഫേർണിഷ് ഫോർത്ത് വിത്ത് എന്നല്ല, ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി അറസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ഓൺ അറസ്റ്റ് എന്നുള്ളതാണ്. അത് ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അത് ഒരിക്കലും ചെയ്യില്ല എന്ന് കോടതിക്ക് ബോധ്യമായത് കൊണ്ടാണ് ഈ ജഡ്ജ്മെന്റ്സിൽ ഇൻ റൈറ്റിംഗ് തന്നെ കൊടുക്കണമെന്ന് കോടതി കർക്കശമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പോലീസ് ഇദ്ദേഹത്തിനെ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ആദ്യം റിമാൻഡിന് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പാണെന്ന് തോന്നുന്നു എന്റെ ഓർമ്മ നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഞാൻ ഈ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് കൊടുത്തില്ലെങ്കിലും വയലേഷൻ ആവുമെന്ന് പറഞ്ഞു. കാരണം അക്യൂസ്ഡ് കോടതിയിൽ പറയുകയാണ് എനിക്ക് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് തന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് കോടതിയെ കൺവിൻസ് ചെയ്യണം റിമാൻഡ് മജിസ്ട്രേറ്റിനെ ഞങ്ങൾ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് 2 മണിക്കൂർ മുമ്പ് കൊടുത്തു എന്നുള്ളത്. അതിന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് സർക്കുലർ നമ്പർ 12/2025 അത് BNS 47 പറഞ്ഞിട്ടുണ്ട്. ഈ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ഒക്കെ കൊടുക്കുന്ന കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. BNSS. അപ്പൊ അതിന്റെ ആ സർക്കുലർ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് അതിനെക്കുറിച്ചുള്ള സർക്കുലർ അയക്കുകയും അതിന്റെ കൂടെ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ഫേർണിഷ് ചെയ്യേണ്ടി ഒരു ഫോർമാറ്റ് അയച്ചിട്ടുണ്ട്. അപ്പൊ ആ ഫോർമാറ്റിൽ തന്നെ കൊടുത്തിട്ട് റെഡിയാക്കണം എന്നുള്ളതാണ്. അതാണ് നമ്മൾ അന്ന് പറഞ്ഞത്. പക്ഷെ പിറ്റേ ദിവസമായപ്പോ രംഗം മാറി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റും പിന്നെ അറസ്റ്റ് റെക്കോർഡ്സും ഒന്നും ഒപ്പിടാനായിട്ട് വിസമ്മതിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് അറസ്റ്റ് ഡോക്യുമെന്റ്സ് ഒപ്പിടാതിരിക്കുന്നത് അദ്ദേഹം ചെയ്തത് ശരിയാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ അബ്ഡക്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് ആ ഡോക്യുമെന്റ്സ് ഫോർജ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്തൊരു ഇല്ലീഗാലിറ്റി ഉണ്ട്. അദ്ദേഹം ഹീസ് നോട്ട് ഒബ്ലൈസ്ഡ് ടു സൈൻ. അദ്ദേഹത്തിനെ പാൽക്കാട്ട് ഹോട്ടൽ മുറിയിൽ വെച്ചിട്ടാണ് ചെയ്തിരുന്നതെങ്കിൽ അദ്ദേഹം ഒപ്പിടണമായിരുന്നു. ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇവിടെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് വരുത്തി തീർക്കാനായിട്ട് ഫോഴ്സ് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ ഒപ്പിടാനായിട്ട് ബാധ്യതയില്ല. പക്ഷെ അതോടൊപ്പം അദ്ദേഹം ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ഒപ്പിടാൻ വിസമ്മതിച്ചു എന്നാണ് വാർത്ത വന്നത്. അത് മാത്രമല്ല, ഈ ഒപ്പിടാൻ വിസമ്മതിച്ച കാര്യം അവരൊരു ഗസറ്റഡ് ഓഫീസറെ വിളിച്ച് വിറ്റ്നസ് ചെയ്യിച്ചു എന്നും പറഞ്ഞു വാർത്ത വന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ഫേർണിഷ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു പ്ലീ
ബെയിൽ ആപ്ലിക്കേഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എടുക്കാൻ സാധിക്കുകയില്ല. കാരണം ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് എന്നെ ഹോട്ടൽ മുറിയിൽ വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ജാമ്യം കിട്ടാനായിട്ടുള്ള ഒരു ഇതല്ല. നിയമപരമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ ആണെങ്കിലും അതിനു വേണ്ടി സുപ്രീം കോടതി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു തെളിവായിട്ട് വെച്ചത് മിഹിർ രാജേഷ് ഷായിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് grounds of arrest should be furnished to the counsel or to the accused within 2 hours. Within 2 hours, 2 hours before production for remand. Okay. അപ്പൊ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ immediately that arrest has to be struck down as unlawful and invalid and the accused should be set free forthwith on bail എന്നാണ് ആ മിഹിർ രാജേഷ് ജഡ്ജ്മെന്റിൽ തന്നെ അതും പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ ഈ മജിസ്ട്രേറ്റ് കോട്ട് ചെയ്തിട്ടില്ല. ഈ മജിസ്ട്രേറ്റ് അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞെങ്കിലും അതിനകത്ത് ഇദ്ദേഹത്തിന് പോലീസ് ഇൻ റൈറ്റിംഗ് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ഫേർണിഷ് ചെയ്തു, ഇദ്ദേഹം ഒപ്പിടാൻ വിസമ്മതിച്ചു എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞെങ്കിലേ അത് കംപ്ലീറ്റ് ആകുള്ളൂ. എന്തായാലും ദ മജിസ്ട്രേറ്റ് ഇസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ദി ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് വാസ് ഫേർണിഷ്ഡ് ടു ഹിം. അപ്പൊ അത് ആർഗ്യൂ ചെയ്യാൻ ഒക്കൂല. മാത്രമല്ല അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോലീസ് നമുക്ക് വീഡിയോയിൽ കേൾക്കാൻ പറയുന്നത് ഒരു അറസ്റ്റ് ഉണ്ട്, പുതിയ കേസാണ്. അപ്പൊ എന്ത് കേസാണെന്ന് രാഹുൽ ഈശ്വർ ചോദിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നു, അകത്തോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ വെച്ച് പറഞ്ഞു കാണും ഇത് പുതിയൊരു റേപ്പ് കേസ് ആണെന്നുള്ളത്. അപ്പൊ ഗ്രൗണ്ട്സ് അവിടെ ഓറലിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാണും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഥവാ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പത്തനംതിട്ടയിൽ വെച്ച് അദ്ദേഹത്തിന് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് എഴുതി കൊടുത്തത് അദ്ദേഹം ഒപ്പിടാൻ വിസമ്മതിച്ചു എന്നുള്ളത് ഒരു വിറ്റ്നസ് സാക്ഷ്യപ്പെടുത്തി എന്നാണ് പത്രങ്ങളിലും മാധ്യമങ്ങളിലും വന്നിട്ടുള്ള വാർത്ത. അത് അദ്ദേഹം ചെയ്തുകൊണ്ട് പിന്നെ അദ്ദേഹത്തിന് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല. മറിച്ച് അറസ്റ്റ് ഇല്ലീഗലാണെന്നും അറസ്റ്റ് ഫോർജ് ചെയ്യാൻ നോക്കിയത് കൊണ്ടാണ് അറസ്റ്റ് ഡോക്യുമെന്റ്സ് ഫോർജ് ചെയ്യാൻ നോക്കിയത് കൊണ്ടാണ് ആ ഡോക്യുമെന്റ്സിൽ ഒപ്പിടാത്തതെന്ന് പറയാം. ഓക്കെ സാർ, ഇങ്ങനെ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് പാലിക്കാതെ അല്ലെങ്കിൽ പ്രീ നോട്ടീസ് കൊടുക്കാതെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് സാർ വരുന്നത്? സീരിയസ് ആയിട്ടുള്ള ക്രൈം ആണെങ്കിലല്ലേ അങ്ങനെ? അല്ല, തീർച്ചയായിട്ടും ഈ കേസിൽ ഒരു നോട്ടീസിന്റെ ആവശ്യമില്ല. കാരണം IPC 376 എന്ന് പറയുന്ന റേപ്പാണ്. റേപ്പ് വന്നു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് അറസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. പക്ഷെ ആ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ത്യൻ സുപ്രീം കോടതി പറഞ്ഞ അറസ്റ്റ് മെമ്മോ എന്ന് പറയുന്നത് BNSS 36 പറയുന്ന അറസ്റ്റ് മെമ്മോ അവിടെ വെച്ച് തയ്യാറാക്കി പ്രോപ്പറായിട്ട് വിറ്റ്നസ് ചെയ്ത് വേണമായിരുന്നു പാലക്കാട്ടിൽ മുറിയിൽ നിന്നും അദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ. അത് ചെയ്യാത്തത് കൊണ്ടാണ് അതൊരു അബ്ഡക്ഷനും ക്രൈമുമായി മാറിയത്. അപ്പൊ അതിന് നോട്ടീസിന്റെ ആവശ്യമേ ഇല്ല, നോട്ടീസിന്റെ പ്രശ്നമേ ഇല്ല. അത് അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറയുന്ന കേസിൽ 2014 ജൂലൈ 2 സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിൽ അത് ബേസിക്കലി അന്നത്തെ 498 ഡൗറി ഹറാസ്മെന്റ് കേസസിന്റെ ഫോക്കസ് ചെയ്ത് വന്ന ജഡ്ജ്മെന്റ് ആണ്. കാരണം അത് സിസ്റ്റർ ഇൻ ലോ വിദേശത്ത് താമസിക്കുന്നവരെ പോലീസ് ഇവരെ വിളിച്ച് അറസ്റ്റ് ചെയ്യിച്ചിട്ടുണ്ട്. 80 വയസ്സായ ഇൻലോസിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ അറസ്റ്റ് പാടില്ല എന്നും അതിന്റെ കൂട്ടത്തിൽ തന്നെ സുപ്രീം കോടതി 7 വർഷത്തിന് മുകളിൽ ശിക്ഷ കിട്ടുന്ന കേസുകൾക്ക് മാത്രമേ BNSS 35(3) നോട്ടീസ്, അന്ന് ഈ ജഡ്ജ്മെന്റ് വരുമ്പോൾ CRPC 41A ആയിരുന്നു, ഇപ്പോൾ BNSS 35(3) നോട്ടീസ് 7 വർഷമോ അതിൽ താഴെയോ ശിക്ഷ ലഭിക്കാവുന്ന കേസുകൾക്ക് നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തി ആ നോട്ടീസ് വീട്ടിൽ കൊണ്ട് സെർവ് ചെയ്യണമെന്ന് സുപ്രീം കോടതിയുടെ ക്ലാരിഫിക്കേഷൻ ഉണ്ട്. അത് വിളിച്ചു വരുത്തി സ്റ്റേഷനിൽ വെച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് അറസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ അവിടെ വെച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി 2 പേരുടെ ആൾജാമ്യത്തിൽ ID പ്രൂഫ് കാണിച്ച് ആൾജാമ്യത്തിൽ വിട്ടയക്കണം എന്നാണ്. അതിന് ചില എക്സെപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്, ഒന്ന്, ഇയാളെ കസ്റ്റോഡിയൽ ഇന്ററോഗേഷന് പ്രതിയെ ആവശ്യം ഫെർദർ കസ്റ്റോഡിയൽ ഇന്ററോഗേഷന് വേണം. 2, പ്രതി വിറ്റ്നസിനെ ഇൻഡ്യൂസ് ചെയ്യാനോ ഇന്റിമിഡേറ്റ് ചെയ്യാനോ ശ്രമിക്കാൻ സാധ്യതയുണ്ട്. 3, പ്രതി വിക്ടിമിനെ ഇൻഡ്യൂസ്മെന്റ്സ് ഓഫർ ചെയ്യാനോ ഇന്റിമിഡേറ്റ് ചെയ്യാനോ സാധ്യതയുണ്ട്. 4, പ്രതി ഇതേപോലത്തെ സമാന്തര കുറ്റകൃത്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്.
5 പ്രതി കോടതിയിൽ ഹാജരാകാതെ ആബ്സ്കോണ്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിനൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ആ ചെക്ക് ലിസ്റ്റിൽ ഓരോ ഐറ്റത്തിലും യെസ് ഓർ നോ എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കണമെന്നാണ് മജിസ്ട്രേറ്റിന്. അത് വെറുതെ വരണം എസ് നോ ടിക്ക് ചെയ്താൽ പോരാ. യെസ് ടിക്ക് ചെയ്താൽ വൈ എസ് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ഇത് ആ റിമാൻഡ് റിപ്പോർട്ടിൽ വേണം. നോ ആണെന്നുണ്ടെങ്കിലും ആ കേസ് ഡയറിയിൽ വൈ നോ എന്നുള്ളത് വേണം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലൈൻഡ് ആയിട്ട് ഒരു പോസ്റ്റ്മാനെ പോലെ മജിസ്ട്രേറ്റ് ഇതനുസരിച്ച് പെരുമാറരുത്. മജിസ്ട്രേറ്റ് ഷുഡ് റിമാൻഡ് ഓൺലി ആഫ്റ്റർ എൻ ഇൻഡിപെൻഡന്റ് ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പറയുന്നതിന്റെ ഒരു അർത്ഥം പോലീസ് ഒരാളെ സഹായിക്കാൻ വേണ്ടി റിമാൻഡ് ആവശ്യമില്ല എന്ന് എഴുതിയാലും മജിസ്ട്രേറ്റിന് ആഫ്റ്റർ എൻ ഇൻഡിപെൻഡന്റ് ആപ്ലിക്കേഷൻ മൈൻഡ് റിമാൻഡ് ചെയ്യണമെന്ന് തോന്നിയാൽ റിമാൻഡ് ചെയ്യാം. അല്ലാതെ പോലീസ് അല്ല തീരുമാനിക്കേണ്ടതെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ചെയ്തിട്ടുള്ള മജിസ്ട്രേറ്റുമാരെ പല സംസ്ഥാനങ്ങളിലും സുപ്രീം കോടതി റീട്രെയിനിങ്ങിന് അയച്ചിട്ടുണ്ട് ആസ് പണിഷ്മെന്റ്. കേരളത്തിൽ അത് നടന്നിട്ടില്ല. ഓക്കെ സർ, ഇതിപ്പോ ഇനിയിപ്പോ ഉള്ള ഈ കേസിൽ ചാൻസ് എന്താണ്, ഹോപ്പ് എന്താണ് ആൾക്ക്? ഇനി എന്തായിരിക്കും അടുത്ത നടപടി വരാൻ പോകുന്നത്? നടപടി എന്ന് പറയുന്നത് സാധാരണ ഈ റേപ്പ് പോലത്തുള്ള സീരിയസ് കേസസിൽ, പിന്നെ ഇവിടെ അലിഗേഷൻസ് റേസ് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് തന്നെ ബെയിൽ ഡിക്ലൈൻ ചെയ്ത ഓർഡറിൽ പറഞ്ഞിട്ടുള്ളതും ഇദ്ദേഹം ഒരു പവർഫുൾ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ആണ്, ബീങ് എ സിറ്റിംഗ് MLA. അദ്ദേഹത്തിനെ കോൺഗ്രസ് പാർട്ടി എക്സ്പെൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റിൽ ഹീസ് എ വെരി പവർഫുൾ പേഴ്സൺ. അദ്ദേഹത്തിന് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് ഒരു സൈബർ അറ്റാക്ക് ടീമുണ്ട്. വളരെ വിഷ്യസ് ആയിട്ട് ഈ സ്ത്രീകളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ, നമ്മൾ കാണുന്നതാണല്ലോ. അപ്പൊ സൈബർ അറ്റാക്ക് പല ആളുകളും ചേരുന്നു, ഒരുപാട് സപ്പോർട്ടും ഉള്ള വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ വിക്ടിംസും വിറ്റ്നസസും ദേ വിൽ ബി ഇന്റിമിഡിയേറ്റഡ് ഇൻ ടു സൈലൻസ് എന്നുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. എസ്പെഷ്യലി ഇഫ് ഹി ഈസ് എൻലാഷ്ഡ് ഓൺ ബെയിൽ. അദ്ദേഹം കൂടെ ഫ്രീ ആയാൽ അദ്ദേഹത്തിന് നേരിട്ട് ഈ ടീമിനൊക്കെ ഡയറക്ഷൻ കൊടുത്ത് കാര്യങ്ങൾ ചെയ്യിക്കാൻ നോക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പം തൽക്കാലം ബെയിലിൽ വിടുന്നത് ഉചിതമല്ല എന്നുള്ള ഒരു കൺക്ലൂഷൻ കോടതി എത്തിയതിൽ കോടതിയെ ഞാൻ പരിപൂർണമായിട്ട് കോടതി തെറ്റാണെന്ന് പറയാൻ ഒക്കൂല. അതിനകത്തൊരു റീസണബിൾനെസ് ഉണ്ട്. കാരണം വളരെ മോശമായിട്ടുള്ള സൈബർ അറ്റാക്സ് യാതൊരു വിവരവുമില്ലാത്ത സൈബർ ടീം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. യാതൊരു വിവരവും ഇല്ലാന്ന് തന്നെ പറയണം. നിലവാരവും ഇല്ലാത്ത രീതിയിലാണ് ആക്രമിക്കുന്നത്. പരാതി കൊടുത്ത ആളുകളുടെ അത്ര സംശുദ്ധമാണെന്നൊന്നും നമുക്ക് ആർക്കും അഭിപ്രായമൊന്നുമില്ല. നമ്മളുടെ സമൂഹത്തിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ ഇടപെടുന്ന സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും വലിയ മതിപ്പൊന്നും കിട്ടൂല. അപ്പോൾ ഈ പരാതിക്കാരെല്ലാവരും തന്നെ ബൈ ദെയർ ഓൺ അഡ്മിഷൻ അവര് ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ ഇടപെട്ടിട്ടുണ്ട്. അത് ഫിസിക്കൽ ആണെങ്കിലും അല്ലെങ്കിലും. അപ്പം പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും അത്ര മാന്യനാണെന്ന് പറയാൻ ഒക്കില്ല. അദ്ദേഹത്തിന്റെ 2 ബെയിൽ ആപ്ലിക്കേഷനിൽ അദ്ദേഹം കൺസെൻഷ്വൽ സെക്സ് എന്നാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. ഈ കേസിലും അദ്ദേഹത്തിന് ഹി ഹാസ് നോ ആർഗ്യുമെന്റ് ഓർ നോ കണ്ടൻഷൻ ദാറ്റ് ഹി ഹാസ് നെവർ ഹാഡ് എനി ഫിസിക്കൽ റിലേഷൻഷിപ്പ് with this female. പക്ഷെ അത് ആ റിലേഷൻഷിപ്സ് ഈ ഫീമെയിൽസുമായിട്ട് ഓരോ തവണയും ഓരോരുത്തരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഫിസിക്കൽ ആയിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്, കണ്ടൻഷൻ റേസ് ചെയ്തിരിക്കുന്നത്. അത് പക്ഷെ ഇത് കൺസെൻഷ്വൽ ആണെന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടൻഷൻ, അല്ല എന്ന് മറ്റേവരുടെ കണ്ടൻഷൻ വഴി. അതാണ് അതിനകത്തുള്ള ഒരു വ്യത്യാസം. അപ്പൊ മജിസ്ട്രേറ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ സൈബർ ബുള്ളിങ്ങും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണുമ്പോഴത്തേക്കും ഇദ്ദേഹം ഒരു പവർഫുൾ പൊസിഷനിലുള്ള ആളായതുകൊണ്ട് ആ MLA സ്ഥാനം എന്ന് പറയുന്നത് ജാമ്യം കിട്ടാൻ ഇദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുന്നു എന്ന് വേണം നമ്മൾക്ക് കരുതാനായിട്ട്. കാരണം ഹീസ് ഹോൾഡിങ് എ വെരി പവർഫുൾ ഇൻഫ്ലുവൻഷ്യൽ പൊസിഷൻ. അപ്പൊ അതുകൊണ്ടാണ് ബെയിൽ ഡിക്ലൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ സാധാരണ ഇതുപോലത്തെ കേസുകളിൽ ഫസ്റ്റ് റിമാൻഡ് 14 ദിവസം ബെയിൽ കിട്ടാൻ പ്രയാസമാണ്. റിമാൻഡ് മജിസ്ട്രേറ്റിന്റെ കയ്യിൽ നിന്ന് കിട്ടാനും പ്രയാസമാണ്. ഓക്കെ സർ, അപ്പൊ ഇനിയിപ്പോ സെഷൻസിൽ തന്നെ ആയിരിക്കോ, ഇനിയിപ്പോ ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യാനായിരിക്കോ സാധ്യത? അവര് എനിക്കറിയില്ല. അവരുടെ ലീഗൽ ടീം വളരെ സമർത്ഥമായിട്ടുള്ള ലീഗൽ ടീമാണ്. അവരെന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. പക്ഷെ അഡ്വൈസബിൾ ആദ്യം സെഷൻസ് കോടതിയിൽ പോകുന്നതാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി കേരള ഹൈക്കോടതിയെ സമീപകാലത്ത് വിമർശിച്ചിട്ടുണ്ട്. കാരണം സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്
ലോവർ ഫോറത്തിൽ ടച്ച് ചെയ്യാതെ അവിടെ പോയി ഒരു ഇത് ജഡ്ജ്മെന്റ് വാങ്ങാതെ അവിടെ അപ്പീൽ ചെയ്യാതെ നേരിട്ട് ഹൈക്കോടതിയിൽ എന്റർടൈൻ ചെയ്യുന്ന ബെയിൽ ആപ്ലിക്കേഷൻ എന്റർടൈൻ ചെയ്യുന്ന ഏക ഹൈക്കോടതി ഇന്ത്യയിൽ കേരള ഹൈക്കോടതിയാണ്. അത് ശരിയല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഹൈക്കോടതി ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചെന്നാൽ എന്നിട്ട് ഹൈക്കോടതി ഒന്ന് രണ്ട് കേസിൽ എന്റർടൈൻ ചെയ്തത് എനിക്കറിയാം. പക്ഷെ ഇനി അത് ചില കേസുകളിൽ ഡിക്ലൈനും ചെയ്തിട്ടുണ്ട്. അപ്പൊ ബെയിൽ ആപ്ലിക്കേഷൻ അവിടെ നേരിട്ട് കൊടുത്താൽ ചിലപ്പോൾ ഡിക്ലൈൻ ചെയ്യും. അപ്പം ഇത് ഇവരുടെ വക്കീലന്മാരൊക്കെ നല്ല പേരെടുത്ത വക്കീലന്മാരാണ്. അവർ മിക്കവാറും സെഷൻസ് കോടതിയിൽ തന്നെയായിരിക്കും പോകുന്നത്. ചിലപ്പോ അവരിനി 14 ദിവസം കഴിഞ്ഞിട്ടേ പോകുള്ളൂ. ഇപ്പൊ തന്നെ ഒരാഴ്ച കഴിഞ്ഞല്ലോ. അതെ അതെ, 11-ാം തീയതിയാണ് ഇപ്പോ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതെ, 17-18 തീയതിയോടുകൂടി ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവർ കൊടുക്കുള്ളൂ. അപ്പൊ ഫസ്റ്റ് റിമാൻഡ് കഴിഞ്ഞു എന്നും അവർക്ക് പറയാം. ഫർദർ കസ്റ്റഡിയിൽ ഇന്ററോഗേഷന്റെ ആവശ്യമില്ല, കസ്റ്റഡിയിൽ ഇന്ററോഗേഷൻ ഇസ് ഓവർ എന്ന് അവർക്ക് പറയാം. ഇതിനകത്ത് മജിസ്ട്രേറ്റ് റിമാൻഡ് ഡിക്ലൈൻ ചെയ്ത ബെയിൽ ഡിക്ലൈൻ ചെയ്ത ഓർഡറിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഇദ്ദേഹം സഹകരിച്ചില്ല എന്ന് വെച്ചാൽ സഹകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിന് അങ്ങനെ സഹകരിച്ച് അദ്ദേഹത്തിന് എതിരെ വിറ്റ്നസ് ആകേണ്ട കാര്യമൊന്നുമില്ല. ഭരണഘടനാ സംരക്ഷണമുണ്ട്. ഓക്കെ സർ, സർ പറഞ്ഞതുപോലെ ലാപ്ടോപ്പ് ഹാജരാക്കാനുള്ള നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ലാപ്ടോപ്പ് BNSS 94 എന്ന് പറയുന്ന ഒരു നോട്ടീസ് ഹാജരാക്കാൻ പോലീസിന് കൊടുക്കാൻ അധികാരമുണ്ട്. കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഹാജരാക്കണം. ഹാജരാക്കിയില്ലെങ്കിൽ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല. അതൊന്നും അദ്ദേഹത്തിനെതിരെ ഇറ്റ് കനോട്ട് ബി ഹെൽഡ് അഗെയിൻസ്റ്റ് ഹിം. അതൊക്കെ വലിയ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നും വലിയ വിഷയമൊന്നുമല്ല. ജയില് കിട്ടാനായിട്ട് ഞാൻ സഹകരിച്ച് ഞാനൊരു കുറ്റം ചെയ്താലും ചെയ്തില്ലെങ്കിൽ പോലീസ് പറയുന്നതിനൊക്കെ ഞാൻ എവിഡൻസ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയുന്നത് ഒരു കാര്യവും ഇല്ല. ഞാൻ കുറ്റം സമ്മതിക്കണം എന്ന് പറയുന്നതിലും ഒരു കാര്യവും ഇല്ല. അത് നിയമത്തിനെതിരാണ്, അത് ഫണ്ടമെന്റൽ റൈറ്റിനെതിരാണ്. ഈ സൈബർ അറ്റാക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ടീം ചെയ്യുന്നതിനോടൊപ്പം തന്നെ മറുവശം ചെയ്തുകൊണ്ടിരിക്കുന്നത് റീസണബിൾ ക്രിറ്റിസിസം നടത്തുന്നവർക്കെല്ലാം എതിരെ വ്യാജ കേസുകൾ കൊടുക്കുക. രാഹുൽ ഈശ്വറിനെ കേസിൽ കുടുക്കിയത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഒരു ഫെന്നി നൈനാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ടിനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫ്രണ്ട് ചാറ്റ് സന്ദേശം പുറത്തു വിട്ടു എന്നും പറഞ്ഞുകൊണ്ട് വ്യാജ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. എല്ലാവരെയും ടെററൈസ് ചെയ്ത് പോലീസ് ഇത് ലീഗൽ ടെറർ അൺലീഷ് ചെയ്ത് എല്ലാവരെയും സൈലന്റ് ആക്കാനുള്ള ഒരു ശ്രമം മറുപക്ഷത്തു നിന്ന് നടത്തുന്നു. ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ എന്നെ ഇവർ ഇന്റിമിഡേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിന് ബെയിൽ ഡിക്ലൈൻ ചെയ്യാനായിട്ട്, ബെയിൽ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി വാദമുഖം ഉന്നയിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. കാരണം ഈ ഫെന്നി നൈനാൻ എന്ന് പറയുന്ന ആ വ്യക്തി ഷെയർ ചെയ്ത ചാറ്റ് എന്ന് പറയുന്നത് ഇതിലെ വിക്ടിം എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ ഫോണിൽ അദ്ദേഹവുമായി നടത്തിയ ചാറ്റാണ്. ഇപ്പോൾ നിങ്ങളും ഞാനും തമ്മിൽ നടത്തുന്ന ഒരു ചാറ്റ് ഞാൻ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതൊരു ഒഫൻസ് ആവില്ല. നിങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല. ഫെന്നി നൈനാൻ ഈ വിക്ടിമിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ എതിരെ പോലീസ് മനഃപൂർവ്വം ഒരു കള്ളക്കേസാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. ആ പോലീസുകാർക്കെതിരെ പ്രൊസീഡ് ചെയ്യാൻ നോക്കും. ആ 117D അനുസരിച്ച് ഫേക്ക് സ്റ്റേറ്റ്മെന്റ്, ഫോൾസ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തതിന് ആ ലേഡിക്കെതിരെ കേസ് എടുക്കേണ്ടി വരും. കാരണം ഒരു കേസ് ഒരാൾ കൊടുക്കുമ്പോൾ അവരെ വിമർശിച്ചൂടാ എന്ന് ആർക്കും പറയാൻ ഒക്കില്ല. ഇപ്പം ഈ അതിജീവിത വ്യാജമായിട്ടുള്ള ഒരു പരാതിയാണ് കൊടുത്തതെന്ന് എൻ്റെ ഉത്തമ ബോധ്യത്തിൽ എനിക്ക് തോന്നിയാൽ എനിക്ക് പറയാം. പിന്നെ എൻ്റെ കയ്യിൽ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ ഞാനത് പുറത്തു വിട്ടെന്ന് പറഞ്ഞ് അവരുടെ എന്തെങ്കിലും രീതിയിൽ അവരുടെ ഐഡന്റിറ്റി ഒരാൾക്ക് മനസ്സിലാകത്തക്ക ഇൻഫർമേഷൻ ആണെങ്കിൽ മാത്രമേ അതൊരു ഒഫൻസ് ആകുള്ളൂ, അല്ലെങ്കിൽ ഒരു ഒഫൻസ് ആകില്ല. സാർ പറഞ്ഞതുപോലെ സൈബർ ഇതുപോലെ തിരിച്ചെടുക്കുന്ന കേസുകൾ ഒരുപാടായി. ഒരുപാടായി. അതെന്താണെന്ന് പറഞ്ഞാൽ സമൂഹത്തിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണ്, ഹൂവർ ഡാസ് ടു സ്പീക്ക് ഔട്ട് വിൽ ബി സൈലന്റ്. ആര് തുറന്ന് സംസാരിച്ചാലും അവരെ തുറങ്കിലടയ്ക്കും എന്ന് ഭീഷണിയാണ്. ഈ കേസിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഫെന്നി നൈനാന്റെ ബെയിൽ ആപ്ലിക്കേഷൻ ഹൈക്കോടതിയിൽ പോയി എന്ന് പറഞ്ഞ് ഒരു കാര്യവുമില്ല. ഒരു നോട്ടീസ് പോലീസിന് അയച്ചാൽ പോലീസ് ഒന്നും മിണ്ടാതെ അവിടെ അനങ്ങാതെ ഇരിക്കും. കാരണം ഇത് അർണേഷ് കുമാറിന്റെ പെർവിയിൽ വരുന്നതാണ്.
അദ്ദേഹത്തിന് നോട്ടീസ് അയച്ച് BNSS 35(3) നോട്ടീസ് സെർവ് ചെയ്ത് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് മിണ്ടാതെ 2 ആൾ ജാമ്യത്തിൽ വിട്ടില്ലെങ്കിൽ പോലീസുകാർ കുടുങ്ങും. പോലീസുകാർക്ക് എതിരെ കണ്ടംപ്റ്റ് വരും, പോലീസുകാർ വെട്ടിലാക്കും. അത് ഫെന്നി നൈനാൻ ഒരു നോട്ടീസ്, ഞങ്ങളുടെ അടുത്ത് ഒരുപാട് ആളുകൾ ഇതുപോലെ വന്നിട്ടുള്ളപ്പോൾ എൻ്റെ സംഘടനയിൽ ഞങ്ങൾ നോട്ടീസ് തയ്യാറാക്കി അയച്ചിട്ടുണ്ട്. ഒരൊറ്റ കേസിന് പോലീസ് പിന്നെ അവരെ കടന്നാക്രമിക്കാനായിട്ട് ധൈര്യപ്പെട്ടിട്ടില്ല. കാരണം ഞങ്ങൾ അനാവശ്യമൊന്നുമല്ല എഴുതിയിട്ടുള്ളത്, നിയമവശങ്ങളാണ് എഴുതിയിട്ടുള്ളത്. പോലീസിന് മനസ്സിലായി അതെല്ലാം കേസാകും, പോലീസിനെതിരെയുള്ള കേസാകും. അഡ്വാൻസ് ആയിട്ട് തന്നെ നോട്ടീസ് കൊടുക്കുക. ഇപ്പൊ ഫെന്നി നൈനാന്റെ കേസിൽ 35(3) സെർവ് ചെയ്യാതെ ഫെന്നി നൈനാനെ പിടിച്ചാൽ അത് വയലേഷൻ ആണ്. അർണേഷ് കുമാർ വയലേഷൻ ആണ്. അത് കണ്ടംപ്റ്റ് ഓഫ് സുപ്രീം കോർട്ടാണ്. 35(3) നോട്ടീസിൽ വിളിച്ച് വരുത്തിയാലും ഞാൻ നേരത്തെ പറഞ്ഞ 4-5 സർക്കംസ്റ്റൻസ് റിമാൻഡിൽ കൊടുക്കേണ്ട സർക്കംസ്റ്റൻസ് ഒന്നും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഈ ഫെന്നി നൈനാന്റെ കേസിൽ 2 ആൾ ജാമ്യത്തിൽ വിടേണ്ടി വരും സ്റ്റേഷനിൽ. ഓക്കെ സാർ, ഇതിപ്പോ ഫെന്നി നൈനാനെ പോലെ തന്നെ അഡ്വക്കേറ്റ് ദീപ ജോസഫ്, അതെ അവരെ അറസ്റ്റ് ചെയ്തു. അവർക്ക് ഇന്ന് ജാമ്യം കിട്ടിയ രഞ്ജിത എന്ന് പറഞ്ഞ രാഹുൽ, സന്ദീപ് വാര്യർ ഹൈക്കോടതിയിൽ ഇതുപോലെ ഏതോ കോടതിയിൽ പോയിട്ടുണ്ട് ജാമ്യത്തിന്. ഇവരാരും ജാമ്യത്തിന് പോകേണ്ട കാര്യമില്ലായിരുന്നു. രാഹുൽ ഈശ്വറിന്റെ കേസിൽ തന്നെ രാഹുൽ ഈശ്വർ ഇപ്പൊ കോടതിയിൽ പോയാലും കണ്ടംപ്റ്റ് ഫയൽ ചെയ്താൽ പോലീസുകാർ വെട്ടിലാകും. രാഹുൽ ഈശ്വർ അബ്ഡക്ഷന് കേസ് ഫയൽ ചെയ്താൽ പോലീസുകാർ ജയിലിലുമാകും.